മദീനയെയും അതുപോലെ പല മുസ്ലിം രാഷ്ട്രങ്ങളെയും ആക്രമിച്ചിട്ടുണ്ട് എന്നത് ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യമാണ്. ഹിജ്റ 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ മധ്യേഷ്യയിലെ ചില പീഠഭൂമികളിലൂടെ പർവ്വതമാർഗങ്ങളിലൂടെ ഇവര് കടന്നു വന്നിട്ട് ചൈനയെ ആക്രമിച്ചിട്ടുണ്ട്. അതുപോലെ പല മുസ്ലിം രാഷ്ട്രങ്ങളെയും ആക്രമിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതോടുകൂടെ ഇവരുടെ പ്രവാഹം തുടങ്ങിക്കഴിഞ്ഞു. യഅ്ജൂജ് മഅ്ജൂജിന്റെ പ്രവാഹം ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് ചരിത്രത്തിൽ കാണുന്നത് ഹിജ്റ 7-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇവര് ബാഗ്ദാദിനെ ആക്രമിച്ചു. ബാഗ്ദാദ് അന്ന് ഹിജ്റ 7-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇസ്ലാമിക ഖിലാഫത്തിന്റെ ആസ്ഥാനമായിരുന്നു. ബാഗ്ദാദ് ഇറാഖിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദ് അന്ന് മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിക ഖിലാഫത്തിന്റെ ആസ്ഥാനമായിരുന്നു. അന്ന് ഭരണം നടത്തിയിരുന്നത് അബ്ബാസി ഭരണകൂടത്തിലെ മുഅ്തസിം എന്ന് പറയുന്ന ഭരണാധികാരിയായിരുന്നു അന്ന് ഭരണം നടത്തിയിരുന്നത്. ഈ മുഗളവർഗക്കാരുടെ നിരന്തരമായ ആക്രമണം കൊണ്ട് മുഅ്തസിമിനെ അവർ കൊന്നുകളഞ്ഞു. അവരുടെ അക്രമ പറയുന്നത് മുഅ്തസിമിനെ അവർ കൊന്നുകളഞ്ഞു. മാത്രമല്ല 7 ദിവസം ബാഗ്ദാദിലേക്ക് അവർ പ്രവഹിക്കുകയും ബാഗ്ദാദ് പിടിച്ചടക്കുകയും അങ്ങനെ 7 ദിവസത്തോളം വ്യാപകമായ കൊള്ളയും കവർച്ചയും തെമ്മാടിത്തങ്ങളും അനാശ്വാസ പ്രവർത്തനങ്ങളും ബാഗ്ദാദിൽ നടമാടുകയും അന്ന് ബാഗ്ദാദിലുണ്ടായിരുന്ന ഇസ്ലാമിക ഗ്രന്ഥശാലകൾ ആ ഗ്രന്ഥശാലകൾ മുഴുവനും അവർ തകർക്കുകയും ആ ഗ്രന്ഥശാലകളിലുള്ള അമൂല്യമായ ഗ്രന്ഥങ്ങൾ ടൈഗ്രീസ് നദിയിൽ കൊണ്ടുപോയി അവർ നിറക്കുകയും തള്ളുകയും എന്നിട്ട് ആ ഗ്രന്ഥങ്ങളിലൂടെ ഒരു പാലമുണ്ടാക്കി തങ്ങളുടെ കുതിരകളെ കൊണ്ട് അതിന്റെ മേൽ സവാരി ചെയ്യിപ്പിച്ചു എന്ന് കഴിഞ്ഞകാല ചരിത്രത്തിൽ കാണാം. മുഗളവർഗക്കാരുടെ രൂക്ഷമായ ആക്രമണം നടന്നു. അതോടുകൂടെ തന്നെ അബ്ബാസി ഖിലാഫത്ത് തന്നെ അതോടുകൂടെ അവസാനിക്കുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരിൽ നിന്നുണ്ടായ ആക്രമണങ്ങളും ഇവര് മുസ്ലിമീങ്ങൾക്ക് വരുത്തിയ നാശനഷ്ടങ്ങളും പറഞ്ഞറിയിക്കാൻ കഴിയില്ല, വിവരണാതീതമാണ്. അപ്പോ ഭാഗികമായി തന്നെ ഇവരുടെ പ്രവാഹം നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്നാലോ അന്ത്യനാളെ അടുക്കുമ്പോഴാണ് ഇവരുടെ ഒന്നിച്ചുള്ള പ്രവാഹമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ അംബിയായിലെ 96-97 വചനങ്ങളാണ് ഞാൻ ഓതിവെച്ചത്. അവിടെ അല്ലാഹ് പറയുകയാണ് ഇവരുടെ ഒന്നിച്ചുള്ള പ്രവാഹമുണ്ട്. ആ ഒന്നിച്ചുള്ള പ്രവാഹം അന്ത്യനാള് അടുക്കുമ്പോഴാണ് സംഭവിക്കുക. ഈസാ അലൈഹിസ്സലാമിന് അല്ലാഹു വഹീ കൊടുത്തിട്ട് ഈസ നബി അലൈഹിസ്സലാം തന്റെ അനുചരന്മാരുമായി തൂർ പർവ്വതത്തിലേക്ക് പോയിട്ട് ആ പർവ്വതത്തിൽ അഭയം തേടുന്ന സമയത്താകുന്നു യഅ്ജൂജ് മഅ്ജൂജിന്റെ ഒന്നിച്ചുള്ള പ്രവാഹം. ഹത്താ ഇദാ ഫുതിഹത് യഅ്ജൂജ് വമഅ്ജൂജ് വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ. അതാണ് അല്ലാഹ് പറയുന്നത്. ഹത്താ ഇദാ ഫുതിഹത് തുറന്നു വിടപ്പെട്ടാൽ യഅ്ജൂജ് വമഅ്ജൂജ് യഅ്ജൂജിനെയും മഅ്ജൂജിനെയും തുറന്നു വിടപ്പെട്ടാൽ വഹും മിൻ കുല്ലി ഹദബിൻ യൻസിലൂൻ അവരെല്ലാ മലഞ്ചെരിവുകളിലൂടെയും സഞ്ചരിക്കുന്നവരായിരിക്കും. എല്ലാ മലഞ്ചെരിവുകളിലൂടെയും അവർ കടന്നുവരും. എന്നിട്ട് വ്യാപകമായ ആക്രമണം നടത്തും. അവര് വന്നാൽ ഭൂമിയിലെ ഒരു മുക്കും മൂലയും അവർ ഉപേക്ഷിക്കുകയില്ല. നാട്ടിൽ മുഴുവനും വ്യാപകമായ കുഴപ്പങ്ങളും അരാജകത്വങ്ങളും യഅ്ജൂജ് മഅ്ജൂജ് വരുത്തുന്നു. അന്നുണ്ടായിരിക്കുന്ന മനുഷ്യരിൽ അവശേഷിക്കുന്ന ധാർമ്മിക ബോധത്തെ പോലും യഅ്ജൂജ് മഅ്ജൂജ് നശിപ്പിക്കുന്നു. മനുഷ്യരുടെ വിശ്വാസം നശിപ്പിക്കുന്നു. അങ്ങനെ വ്യാപകമായ കുഴപ്പം ഭൂമിയിലുണ്ടാകുന്നു. അങ്ങനെ ഇവര് വന്നു കഴിഞ്ഞാൽ പിന്നെ അതാ ഒട്ടും താമസമില്ല, പിന്നെ അന്ത്യനാളും സംഭവിക്കുന്നു. തുടർന്നുള്ള പറയുകയാണ് വഖ്തറബൽ വഅദുൽ ഹഖ് ഫഇദാ ഹിയ ശാഖിസത്തുൻ അബ്സാറുൽ ലദീന കഫറൂ യാ വൈലനാ ഖദ് കുന്നാ ഫീ ഗഫലത്തിൻ മിൻ ഹാദാ ബൽ കുന്നാ ളാലിമീൻ. ഇവര് വന്നു കഴിഞ്ഞാൽ ഇവരുടെ പ്രവാഹമുണ്ടായാൽ പിന്നെ സംഭവിക്കുന്നത് അന്ത്യനാളാണ്. വഖ്തറബൽ വഅദുൽ ഹഖ് യഥാർത്ഥത്തിലുള്ള വാഗ്ദാനം അത് ആസന്നമായിരിക്കുന്നു. അന്ത്യനാള് ആസന്നമായിരിക്കുന്നു. ഫഇദാ ഹിയ ശാഖിസത്തുൻ അബ്സാറുൽ ലദീന കഫറൂ അത് വന്നു കഴിഞ്ഞാൽ സത്യനിഷേധികളുടെ കണ്ണുകൾ തുറക്കുന്ന നേരമാണത്.
അന്ത്യനാള് വന്നു കഴിഞ്ഞാൽ സത്യനിഷേധികൾ കണ്ണു തുറക്കുകയാണ്. അവർ പറയുന്നു, യാ വൈലന, ഞങ്ങളുടെ നാശമേ, ഖദ് കുന്നാ ഫീ ഗഫലത്തിൻ, ഞങ്ങൾ അശ്രദ്ധയിലായി കഴിഞ്ഞുകൂടിയല്ലോ. ഒരന്ത്യനാളുണ്ടെന്ന് ആളുകൾ പറഞ്ഞപ്പോ, ഒരന്ത്യനാളുണ്ടെന്ന് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ചപ്പോ, ഈ ലോകത്തിനൊരു നാശമുണ്ടെന്ന് പറഞ്ഞപ്പോ, അതിന്റെ അടയാളങ്ങൾ വിവരിച്ചപ്പോ, അതിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞപ്പോ, അതിലേക്ക് ആളുകൾ ക്ഷണിച്ചപ്പോ, അതൊന്നും ശ്രദ്ധിക്കാതെ, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ അശ്രദ്ധരായിട്ടാണല്ലോ ഞങ്ങൾ കഴിഞ്ഞുകൂടിയത്. ഞങ്ങൾക്ക് നാശം സംഭവിച്ചല്ലോ. ബൽ കുന്നാ ളാലിമീൻ, ഞങ്ങൾ അക്രമികളായി പോയല്ലോ എന്ന് വിലപിക്കുന്ന നേരമായിരിക്കും അതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ യഅ്ജൂജ് മഅ്ജൂജ് വന്നു കഴിഞ്ഞാൽ, അവരുടെ പ്രവാഹമുണ്ടായാൽ മനുഷ്യരെ നിങ്ങൾ പ്രതീക്ഷിച്ചോ, പിന്നെ അന്ത്യനാളാണ് സംഭവിക്കുന്നത്. പിന്നെ സംഭവിക്കാനിരിക്കുന്നത് അക്രമികളുടെ, കുഫാറുകളുടെ, സത്യനിഷേധികളുടെ കണ്ണു തുറന്നു പോകുന്ന, അവർ തന്നെ ധർമ്മസങ്കടത്തിൽ പെട്ടുപോകുന്ന, വിലപിച്ചു പോകുന്ന നേരമായിരിക്കും അത്. അതുകൊണ്ട് അല്ലാഹ് ഇതാ ഒരു ലക്ഷണം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന ജനവിഭാഗത്തെ അല്ലാഹു കൊണ്ടുവന്നാൽ മനുഷ്യരെ, അത് ആഖിറത്തിൽ, അത് ഖിയാമത്തിന്റെ അടയാളമാണ്, അത് അന്ത്യദിനത്തിന്റെ അടയാളമാണ്. ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മനുഷ്യരെ, കേവലം അതൊക്കെ കണ്ടുകൊണ്ട് അതിൽ അശ്രദ്ധ പുലർത്താനല്ല നിങ്ങൾ തീരുമാനിക്കേണ്ടത്, അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഓരോ അടയാളങ്ങളും കാണുമ്പോ, അന്ത്യദിനത്തിന്റെ ഓരോ ലക്ഷണങ്ങളും കാണുമ്പോ, അത് വിശദീകരിക്കപ്പെടുമ്പോ, ആ ലക്ഷണം കാണുമ്പോ ഈ ലോകത്തിന് നാശമുണ്ട്, അങ്ങനെ സംഭവിക്കുന്ന ഒരു അങ്ങനെ സംഭവിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്. ഖിയാമത്തിൽ അചഞ്ചലമായ വിശ്വാസമാണ് ഉണ്ടാകേണ്ടത്. മനുഷ്യരുടെ നന്മ തിന്മകൾ കൃത്യമായി അവരുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ഒരു പ്രതിഫലത്തിന്റെ ദിവസമുണ്ട് എന്ന ബോധമാണ് മനുഷ്യരെ നിങ്ങളെ നയിക്കേണ്ടത് എന്ന സൂചനയാണ് ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയായിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞാലോ ഈസബിന് മറിയമും അവിടുത്തെ അദ്ദേഹത്തിന്റെ അനുചരന്മാരും ഇപ്പൊ എവിടെയുള്ളത്? തൂർ പർവ്വതത്തിന്റെ മുകളിലാണ്. അങ്ങനെ യഅ്ജൂജ് മഅ്ജൂജ് വന്നിക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വയഹ്സറു നബിയുല്ലാഹി ഈസാ വഅസ്ഹാബഹു, ഈസ നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൽ വിശ്വസിച്ച, അതായത് അദ്ദേഹത്തെ പിൻപറ്റി അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിലെ അനുചരന്മാരായ നല്ല മനുഷ്യരെയും നല്ല രൂപത്തിൽ ഉപരോധിക്കപ്പെടും. ഈസബിന് മറിയമിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളെയും പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് ഉപരോധിക്കപ്പെടും. യഅ്ജൂജ് മഅ്ജൂജ് ഉപരോധിക്കും. അങ്ങനെ പ്രയാസം സഹിക്കേണ്ട ഒരു ഘട്ടം, താഴേക്ക് ഇറങ്ങി വരാൻ കഴിയുന്നില്ല. ശക്തന്മാരും മല്ലന്മാരുമായ ആരും ചെറുത്തു തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു ജനവിഭാഗം താഴെ നിൽക്കുന്നു. മുഅ്മിനീങ്ങളും പ്രവാചകരും പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്നു. എന്തു ചെയ്യാൻ കഴിയും? ആ നേരത്ത് ഫയർഗബു നബിയുല്ലാഹി ഈസാ വഅസ്ഹാബഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈസബിന് മറിയമും തന്റെ കൂടെയുള്ള വിശ്വാസികളും അതാ മനമുരുകി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, നാഥാ, ഈ ജനവിഭാഗത്തിന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. യാതൊരു ഗതിയുമില്ലാതെ ഈ പർവ്വതത്തിന്റെ മുകളിലാണ് ഞങ്ങൾ അഭയം തേടിയിട്ടുള്ളത്. ഞങ്ങളെ കാക്കാൻ, ഞങ്ങൾക്ക് രക്ഷ നൽകാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഈ പ്രാർത്ഥന അങ്ങ് നടക്കുമ്പോ ഫയുർസിലുല്ലാഹു അലൈഹിം അന്നഗഫ ഫീ റിഖാബിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രാണികളെ ഈ ജനവിഭാഗത്തിന്റെ പിരടിയിൽ അല്ലാഹു അങ്ങ് നിക്ഷേപിക്കുന്നു, അയക്കുന്നു. ഒരു പ്രത്യേക രൂപത്തിലുള്ള വൈറസിനെ അല്ലാഹ് അയക്കുകയാണ്. ഫയുസ്ബിഹൂൻ, നേരം പുലരുമ്പോഴേക്കതാ ഫർസാക മൗതി നഫ്സിൻ വാഹിദ, ഒരൊറ്റ മനുഷ്യൻ, ഒരൊറ്റ ആത്മാവ് മരിച്ചു വീഴുന്നത് പോലെ യഅ്ജൂജ് മഅ്ജൂജ് ഗോഗ് മെഗോഗ് മരിച്ചങ്ങ് വീഴുന്നു. ഒരു മനുഷ്യൻ മരിച്ചു വീഴുന്ന ആ സമയം പോലെ എല്ലാവരും ഒരൊറ്റ നിമിഷത്തിൽ നേരം പുലരുന്ന നേരത്ത് അവര് മരിച്ചു വീഴുന്നു. ഈസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുമ്പോ അങ്ങനെ സുമ്മ യഹ്ബിതു നബിയുല്ലാഹി ഈസാ വഅസ്ഹാബഹു, പിന്നെ ഈസാ നബി അലൈഹിസ്സലാമും തന്റെ കൂടെയുള്ള സഹാബിമാരും അവര് ഇലൽ അർളി, ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ ഫലാ യജിദൂന ഫിൽ അർളി മൗദിഅ ശിബിരിൻ, ഭൂമിയിൽ ഒരു ചാണ് പോലും അവർക്ക് കാണാൻ കഴിയുന്നില്ല.
വലാ യജിദൂന ഫിൽ അർളി, ഭൂമിയിൽ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല, മൗലിഅ ശിബിരിൻ, ഒരു ചാണ് പോലും ഇല്ല, മലഅഹു സഹമഹും വനത്നുഹും, ഈ മനുഷ്യന്മാരുടെ ദുർഗന്ധം കൊണ്ട്, ഈ മനുഷ്യന്മാര് മരിച്ചതിന്റെ ചത്തുപോയതിന്റെ അഴുക്ക് കാരണം ഭൂമി മുഴുവനും അഴുക്ക് നിറഞ്ഞിരിക്കുകയാണ്, ദുർഗന്ധം വമിക്കുകയാണ്. ഒരു ചെറിയ ഒരു ചാണ് ഭൂമി പോലും, ദുർഗന്ധമില്ലാത്ത ഭൂമി അവർക്ക് കാണാൻ കഴിയുന്നില്ല, താഴേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. വല്ലാത്ത പ്രയാസമാണ്. ഈ വലിയ മനുഷ്യന്മാരൊന്നടങ്കം മരിച്ചു വീണിരിക്കുകയാണ്, അവരുടെ ബോഡിയാകെ അഴുകിപ്പോയിരിക്കുകയാണ്. ആ ബോഡിയിൽ നിന്ന് ദുർഗന്ധം ഭൂമി നിറയെ നിറഞ്ഞു നിൽക്കുകയാണ്. എവിടെയും കാലുകുത്താൻ കഴിയാത്ത മറ്റൊരു പരീക്ഷണം. അപ്പോഴോ ഈസബിന് മറിയം അതാ സുഫയർഹബു നബിയുല്ലാഹി ഈസാ വ അസ്ഹാബുഹു, അപ്പോഴും ഈസ നബി അലൈഹിസ്സലാം തന്റെ കൂടെയുള്ള സഹാബിമാരും, അതായത് വിശ്വസിച്ച നല്ല മനുഷ്യരും, അവരും അതാ അല്ലാഹുവിനോട് വീണ്ടും പ്രാർത്ഥിക്കുന്നു, നാഥാ എവിടെയും കാലുകുത്താൻ കഴിയുന്നില്ല, എവിടേക്കും ഇറങ്ങാൻ കഴിയുന്നില്ല, എന്തു ചെയ്യാൻ, നീ തന്നെ രക്ഷിക്കണേ നാഥാ. അല്ലാഹുവിന്റെ അടുത്ത സഹായം വരുന്നു. ഫയുർസിലുല്ലാഹു ത്വയ്റൻ, അതാ അല്ലാഹ് ഒരു തരം പക്ഷികളെ അയക്കുന്നു. കഅനാകിൽ ബുഖ്തി, ഒട്ടകത്തിന്റെ കഴുത്തുപോലെയുള്ള നീണ്ട കഴുത്തുള്ള ഒരു പ്രത്യേകതരം പക്ഷികൾ. ഫതഹ്മിലുഹും, എന്നിട്ട് ആ ബോഡികളെ അവ വഹിക്കുന്നു. ഫതതുറഹുഹും ഹൈസു ശാ അല്ലാഹ്, അല്ലാഹു എവിടെയാണോ ഉദ്ദേശിച്ചത് അവിടേക്കതാ പക്ഷികൾ ആ ബോഡികളുമായി പറന്നു പോകുന്നു. എന്നിട്ടവിടെ നിക്ഷേപിക്കുന്നു. സുമ്മ യുർസിലുല്ലാഹു മതറാ, പിന്നെ അതാ അല്ലാഹു ഭൂമിയിൽ ഒരു മഴ വർഷിപ്പിക്കുന്നു. ലാ യുകിന്നു മിൻഹു ബൈതു മദരിൻ വലാ വബരിൻ, അത് രോമം കൊണ്ടുണ്ടാക്കിയ വീടാകട്ടെ, ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ വീടാകട്ടെ, ഏത് നിലക്കുണ്ടാക്കിയ വീടാകട്ടെ, ആ വീടുകളൊന്നും തന്നെ ആ മഴയിൽ നിന്ന് മുക്തമാകുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും ആ മഴയങ്ങ് പതിക്കുന്നു. എന്നിട്ട് ഫയഗ്സിലുൽ അർള ഹത്താ യത്റുകഹാ കസ്സലഫ, കണ്ണാടി പോലെ തിളങ്ങുന്ന രൂപത്തിൽ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഭൂമി കൃത്യമായി കഴുകി വൃത്തിയാക്കുന്ന ഒരു സാഹചര്യം വരും. സലഫ എന്ന് പറഞ്ഞാൽ ശരിക്കും കസ്സലഫത്തി എന്നാ പറഞ്ഞത്, തിളങ്ങുന്ന കണ്ണാടി പോലെ ഭൂമി മുഴുവനും എല്ലാ അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടും. ഇങ്ങനെ യജൂജ് മഅജൂജിന്റെ നാശം സംഭവിക്കുന്നു. എന്നിട്ട് പിന്നെന്താ സംഭവിക്കുന്നത്? സുമ്മ യുഖാലു ലിൽ അർളി, പിന്നെ അതാ ഭൂമിയോട് പറയപ്പെടുന്നു, അംബിതി സമറതക്, ഓ ഭൂമി, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപനമുണ്ടാകുന്നു, ഭൂമി നീ നിന്റെ ഫലവർഗങ്ങളെ മുളപ്പിക്കണം, നീ നിന്റെ ഫലങ്ങളെ മുളപ്പിക്കണം. വറുദ്ദീ ബറക്കത്തക്കി, നിന്റെ അനുഗ്രഹങ്ങളെ നീ തിരിച്ചു കൊണ്ടുവരണം. ഫയൗമഇദിൻ, അപ്പോഴതാ അത്ഭുതം സംഭവിക്കുന്നു. ഈ പ്രഖ്യാപനമുണ്ടാകുമ്പോൾ അന്നേ ദിവസം തഅകുലുൽ ഇസാബത്തു മിനർ റുമാന, ഒരു ഉരുമാമ്പഴത്തിൽ നിന്ന്, ഒരു മാതള നാരങ്ങയിൽ നിന്ന് ഒരു വലിയ ജനവിഭാഗത്തിന് വരെ ഭക്ഷിക്കാൻ കഴിയുന്ന വലിയ മാതള നാരങ്ങകളാണ് അന്നുണ്ടാകുന്നത്. മുമ്പില്ലാത്ത രൂപത്തിലുള്ള ഫലവർഗ്ഗങ്ങളാണ് പിന്നെ ഭൂമിയിൽ ഉണ്ടാകുന്നത്. ഒരു ഉറുമാമ്പഴത്തിൽ നിന്ന് വലിയൊരു ജനവിഭാഗത്തിന് ഭക്ഷിക്കാം. വയസ്തളില്ലൂന ബിഖിഹ്തിഹാ, അതിന്റെ പുറന്തോട് കൊണ്ട് വേണമെങ്കിൽ അവർക്ക് വെയിലിൽ നിന്നും തണൽ സ്വീകരിക്കാൻ പര്യാപ്തമായ അത്രയും വലിയ, അതിന്റെ ആധിക്യം പറയുകയാണ്, അത്രയും വലിയ, അതിന്റെ വലുപ്പം അത്രയും ഉണ്ടാകും. വയുബാറകു ഫിർരിസിലി, പിന്നെ ആടുമാടുകളിലൊക്കെയുള്ള കറവുകളിൽ അവർക്ക് വലിയ അനുഗ്രഹം കിട്ടും. അന്ന് ജീവിക്കുന്ന ആളുകൾക്ക് കറവുകളിൽ അനുഗ്രഹം കിട്ടും. ഹത്താ അന്നൽ ലികഹത മിനൽ ഇബിലി, ഒരു കറവ, അതായത് കറവയുള്ള ഒരു ഒട്ടകത്തിൽ നിന്ന് ലതക്ഫി അൽ ഫിആമ മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ഒരു കൂട്ടം ജനങ്ങൾക്ക്, വലിയ ഒരു വിഭാഗം ജനങ്ങൾക്ക് പാല് കുടിക്കാൻ പര്യാപ്തമായിരിക്കും. കറവുള്ള ഒരൊട്ടകത്തിൽ നിന്ന് വലിയൊരു ജനവിഭാഗത്തിന് എന്ത് ചെയ്യാം? പാല് കുടിക്കാം. വല്ലിഖഹത മിനൽ ബഖരി, ഒരു കറവയുള്ള പശു, ലതക്ഫി അൽ ഖബീലത മിനന്നാസ്, ജനങ്ങളിൽ നിന്നുള്ള ഒരു ഗോത്രത്തിന് തന്നെ, വലിയൊരു കുടുംബത്തിന് തന്നെ അത് മതിയാകുന്നതാണ്. വല്ലിഖഹത മിനൽ ഗനമി, ഒരാടിൽ നിന്നു കറവയുള്ള ഒരാട്,